ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ ചൂട് കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ ഏരിയയിൽ ചില ദിവസങ്ങളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ചൂട് കാരണം ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ ഒരു AC വാങ്ങിവെക്കാം എന്ന് കരുതിയാൽ ഇലക്ട്രിസിറ്റി ബിൽ കാണുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരന് ഷോക്കടിക്കും. AC ഇല്ലാതെ തന്നെ റൂം എങ്ങനെ തണുപ്പിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് നിറയെ വെള്ളം പിടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വയ്ക്കുക. അതുകൂടാതെ ഐസ് മേക്കറിൽ കൂടി വെള്ളം ഐസാക്കാൻ വയ്ക്കുക. സാധാരണ ഗൾഫ് നാടുകളിലാണ് വലിയ ചൂട് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഗൾഫ് നാടുകളിലെ പോലെ തന്നെ വലിയ രൂപത്തിലുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. AC ഇല്ലാതെ തന്നെ ACയുടെ തണുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ടെക്നിക്കിന് ഒരു ചിലവും എക്സ്ട്രാ വരുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ വീടുകളിലും ഫ്രിഡ്ജും ഫാനും കോമണായി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയാണ് വെള്ളം ഫ്രീസാകാൻ വെക്കേണ്ടത്. രാത്രിയാകുമ്പോഴേക്കും വെള്ളം തണുത്ത് കട്ടിയായിട്ടുണ്ടാകും. ഇങ്ങനെ കട്ടിയായ ഐസ് പാത്രത്തോടു കൂടി എടുത്ത് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ഫാനിൻ്റെ താഴ്ഭാഗത്തായി വയ്ക്കുക. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് എടുത്തു വച്ചാൽ മതിയാകും. ഐസ് പാത്രം ഏതെങ്കിലും കട്ടിയുള്ള തുണിക്ക് മുകളിലോ ചവിട്ടുമെത്തയ്ക്ക് മുകളിലോ ആണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഐസ് ഉരുകി വെള്ളമാകുമ്പോൾ പാത്രത്തിലുണ്ടാകുന്ന ഈർപ്പം തറയിൽ വെള്ളമായി വീഴും. ഫാനിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റ് റൂമിൽ ലഭിക്കും. നമുക്ക് സുഖമായി ഉറങ്ങുവാനും സാധിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ചിലർക്ക് ജലദോഷവും തുമ്മലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലർജി ഉള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.